ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാണാൻ നിൽക്കുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ മനസ്സിലാവില്ലേ എവിടത്തേക്കാണെന്ന്. പിന്നെ മംഗലാപുരത്തേക്ക് പോകാൻ കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയതാണ്, പക്ഷെ വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ് കേട്ടോ. കണ്ണാവരത്തേക്കാണ് കേട്ടോ പോകുന്നത്, കണ്ണാവര റെയിൽവേ സ്റ്റേഷനിലേക്ക്. പിന്നെ അവിടെ എത്തി. പിന്നെ ട്രെയിനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കണത്രയായിരുന്നു. അതിന് ശേഷമില്ല ഇതിന് അതിന് ബാക്കിൽ തന്നെ ഒന്നുണ്ട്, അതിനേക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് കിട്ടൂല ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് എത്ര അപ്പോഴത്തേക്ക് തന്നെ ഇത് ഇവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ സീനില്ലാതായി. ഇല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ടി വരും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് എപ്പോഴും വെയിറ്റ് ചെയ്യാണല്ലോ, ട്രെയിൻ വരുമ്പോൾ എപ്പോഴും വെയിറ്റ് ചെയ്യല്ലേ. പക്ഷെ അതുകൊണ്ട് നല്ലതാണ്, കുറച്ച് നേരത്തെ വന്നാൽ നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി കേട്ടോ. കയറുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് എന്നാൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ കയറിയിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഉള്ളാളെത്തി കേട്ടോ. ഉള്ളാളാട്ടോ ഇറങ്ങിയത്. ഉള്ളാളം പള്ളിയിലേക്ക് പോകണം. ഷാമിൻ്റെ ഉമ്മാരും ഉപ്പാരൊക്കെ ഖബർ അവിടെയാണ്. പിന്നെ അതുകൊണ്ട് അവിടത്തേക്കാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം നമ്മൾ ഓട്ടോക്കാണ് കേട്ടോ പോകുന്നത്. ഷാമിൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കണ്ടപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ വന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഷാ പറയും ബസ്സിന് പോകാമെന്നൊക്കെ പറയും കേട്ടോ. അത് ഫ്രണ്ടിനെ കണ്ടപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് തന്നെ നമ്മൾ വന്നു. പിന്നെ പള്ളിയിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നോമ്പും മരുന്നാളൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് പുറത്തുള്ളവരാണ് കേട്ടോ. നമ്മൾ കേരളത്തിലല്ലാതെ പുറത്തുള്ളവർ എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിൽക്കുന്നവരാണ് തോന്നുന്നുണ്ടോ. ഫുഡൊക്കെ അവർ തന്നെ ഉണ്ടാക്കി. ഓരോ സ്ഥലത്ത് ഓരോരു ഫാമിലി ആട്ടോ, ഓരോരു ബസ്സിൻ്റെ ആളിന് അങ്ങനെയാണ്. പിന്നെ അധികം ഹിന്ദി അങ്ങനെയുള്ളവരൊക്കെയാണ് കേട്ടോ, ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. അവരെ കാണാൻ തന്നെ ഒരു ബസ്സിൻ്റെ അടുത്ത് കുറച്ച് പേര് ഒരു അടുപ്പും ഗ്യാസ് അടുപ്പും ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓരോരോ ഭാഗത്ത് അങ്ങനെയാണ്. ഇവിടെ വന്നവർക്ക് അറിയായിരിക്കും കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞ പാടായതുകൊണ്ട് പെരുന്നാളിൻ്റെ ലീവിനൊക്കെ ടൂർ പോലെ വരുന്നതാണെന്ന് തോന്നുന്നു അവിടെ. പിന്നെ ഇവിടെ പള്ളിയിൽ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് മാറ്റം കേട്ടോ. ഇതിൽ കൂടി ഒന്നും കയറാനേ ഉണ്ടായിട്ടില്ല, ഇത്ര വരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിലുള്ള കയറാനാക്കിയത്. മുറിച്ചിട്ട് അതിലൊക്കെ വാതിലൊക്കെ ആക്കി ഇപ്പുറ സൈഡൊക്കെ 2 വാതിൽ അങ്ങനെയൊക്കെയാണ്. പെണ്ണുങ്ങൾക്ക് ഒരു വല്ല അവിടെയെല്ലാം ആദ്യം പോയവർക്ക് ഇപ്പം പോയവർക്ക് ഒരു മനസ്സിലാവും ഇവിടെയൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 24-ാം തീയതി പിന്നെ ഉറൂസാണ്. 5 വർഷം കൂടി കഴിക്കുന്നതാണ് കേട്ടോ. 5 വർഷം കൂടിയിട്ട് ഇവിടെ ഉറൂസ് ഉണ്ടാവാറില്ല. അപ്പോൾ 24-ാം തീയതിയാണ് ഉറൂസ്. അതിൻ്റെ ഒരുക്കങ്ങളുമാണ് കേട്ടോ. അവിടെ എല്ലാം റെഡിയാകുന്നത് ഉറൂസിൻ്റെ. പിന്നെ എന്താ പറയുക, ഉറൂസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ പൈസ ഇട്ട് കിണറൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഞാൻ അധികം കാണിക്കാറുണ്ട്. പക്ഷെ ഞാൻ കാണിക്കാത്തൊരു കിണറും കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഈ കിണർ കാണുന്നത്. ഞാനും കണ്ടിട്ടില്ല, ഞാനും ആദ്യമായിട്ട് കാണാനാണ്. ഇവിടെയൊക്കെ പെയിൻറ്റ് കൊടുക്കുന്നവരും പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടതാക്കി. പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റുന്നത് ആദ്യമൊന്നും ഇവിടെ പെണ്ണുങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇതുവരെ കയറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത്. ഈ പള്ളീൻ്റെ ഉള്ളിലൊരു കിണറും കൂടി ഉണ്ട്, അതിൻ്റെ ഉള്ളിലും പൈസ ഇടും കേട്ടോ. അത് കുറച്ചുകൂടി താഴയിലാണ് കേട്ടോ പൈസ ഇടുന്ന സ്ഥലമൊക്കെ, ചെറിയതാണ്, താഴെയടിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ എത്രയോ വർഷമായി പോകാൻ തുടങ്ങിയിട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അതിന് മുന്നേ പോക്കില്ല, അതിന് കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഒരുപാട് പ്രശ്നിച്ച് അധികം പോകുമ്പോൾ വരുമ്പോൾ ഇവിടെ കയറാതെ വരാറില്ല. ഇതുവരെ നമുക്കിങ്ങനെ പെണ്ണുങ്ങൾക്കൊന്നും ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കയറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ മക്കാമിൻ്റെ അടുത്തല്ല കേട്ടോ, ആ കിണറിൻ്റെ അടുത്തേക്ക് വരെ പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ എടുത്തിട്ട് പോയിട്ടോ. അവലിയാക്കളവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നു കേട്ടോ. പിന്നെ പള്ളിയുടെ ഉള്ളിലെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എന്നാ പറഞ്ഞ ഫോൺ എടുത്തിട്ട് പോയി. ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. ഇതുവരെ അങ്ങനെ ശ്യാമാനെ വീഡിയോ എടുക്കാമല്ലോ എന്നിട്ട് എൻ്റെ ഫോണിൽ മേടിച്ചിട്ടൊന്നും പോകാറില്ല. ഇവിടെ എന്തോ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചിട്ട് പോയതാണ്. മക്കാമിൻ്റെ അടുത്തും പോയി, പള്ളീൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത്.
മാഷാ അല്ലാ. പള്ളീൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് എങ്ങനെ ക്ഷമ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പള്ളീൻ്റെ ഉള്ളിൽ വേറൊരു സൈഡാണ് കേട്ടോ കയറേണ്ടത്. ആണുങ്ങളിങ്ങനെ കയറുന്ന സ്ഥലമാണ്. പക്ഷേ മക്കാമിൻ്റെ അടുത്ത് ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പോൾ ഷ്യാമിന് അവിടെ മറ്റെല്ലാവർക്കും ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട് ഷ്യാം അവിടെ നിന്ന് എടുത്തിട്ടില്ല കൂടുതൽ വീഡിയോ. പള്ളീൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ കൂടുതലെടുത്തത്. മക്കാമിൻ്റെ സൈഡിൽ എല്ലാവരും യാസീൻ അതെന്തോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടാവെന്ന് വിചാരിച്ചിട്ട് ഷ്യാം അങ്ങനെ എടുത്തിട്ടില്ല കൂടുതലായിട്ട്. ഉള്ളാളം പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണൊക്കെ ഇതേപോലെയാണ് കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ ഞാൻ ഒന്നുകൂടി കിണർ കാണട്ടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഞാൻ കിണറിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. പിന്നെ നിഷാദയുടെ ബാഗ് വെച്ച് മറന്നു. നിഷാദ് ബാഗ് പള്ളീൻ്റെ ഉള്ളിൽ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുക്കാൻ പോയി. ഞാൻ ഒന്നുകൂടി കിണർ കാണാൻ പോയി കേട്ടോ. ഇതാണ് കേട്ടോ ചെറിയൊരു കിണറാണ്. പക്ഷെ ഉള്ളിൽ ആയുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ വെള്ളമൊന്നും കാണുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. പൈസ ഇടുന്ന കിണറാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ ഉള്ളാളം പള്ളിയിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം പോകുമ്പോൾ ഇടാറുണ്ട്. എന്തൊരു തിരക്കാന്ന് പറയും ഇവിടെ. ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപാട് എല്ലാവരും ഇങ്ങനെ വരുന്നതാണ്, മക്കാമി സിയാറത്ത് ചെയ്യാൻ വരുന്നതാണ്. പക്ഷെ ഒരുപാട് ഹിന്ദിക്കാരൊക്കെ ഉണ്ട്, അതാണ് കേട്ടോ. പിന്നെ താഴെയൊരു മക്കാമുണ്ട്, നമ്മൾ അവിടെയും കൂടി പോയി ചെയ്തു. ഇവിടെയൊന്നും നമ്മൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ വേറെ വേറെയാണ് കേട്ടോ. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വീഡിയോ എടുത്തത്. വെച്ചാൽ അവർക്ക് നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ആരും ഇല്ലാത്തത് കൊണ്ട് എടുത്തതാണ്. പിന്നെ ഇവിടുത്തെ ചീരണി പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നിഷാദ് എനിക്കും കൂടി എടുത്തുകൊണ്ട് തന്നു. നിഷാദും എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ഷമ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കവറിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോയതിന് ശേഷമാണ് പള്ളിയിൽ കയറിയത്. അങ്ങനെ ഈ സൈഡാണ് കേട്ടോ ഭാര്യമാരൊക്കെ കവർ. ഈ സൈഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തെ തലക്കാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ പള്ളിയിൽ ഫുള്ളായിട്ട്. പിന്നെ ഞാൻ ഇത്ര വർഷമായിട്ട് ഉറൂസിന് ഞാൻ പോയിട്ടില്ല കേട്ടോ. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നത്, എന്താണെന്ന് അറിയില്ല കേട്ടോ. 5 വർഷം കൂടുമ്പോൾ കൊല്ലത്തിലല്ല കേട്ടോ ഉറൂസ് ഉണ്ടാവൽ. പിന്നെ 24-ാം തീയതി തുടങ്ങിയാൽ ഏപ്രിൽ 24-ാം തീയതി തുടങ്ങിയാൽ മെയ് 18 വരെ ആയിട്ടാണ് കേട്ടോ ഉറൂസ് ഉണ്ടാവൽ. ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആടുണ്ടാവും കേട്ടോ. ഈ ഉറൂസിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. നിഷാദ് എന്ന് പറയുന്നു. ഷ്യാമ അതിനിടയ്ക്ക് നമുക്ക് ഉപ്പിലിട്ടൊക്കെ കൊണ്ടുതന്നു കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയാൽ പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാതെ വരത്തില്ല കേട്ടോ. ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു. ആദ്യമൊന്നും കഞ്ഞി കുടിക്കാൻ അങ്ങനെ നിൽക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കുന്നതിനെ കുറിച്ചിട്ടെല്ലാം അറിഞ്ഞ ശേഷം പിന്നെ കഞ്ഞി കുടിക്കാതെ വരത്തില്ല. പിന്നെ ഒരു സൈഡ് ഇങ്ങനെ ഹാളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ കൂടുതൽ എടുത്തില്ല. ഹിന്ദിക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നതൊക്കെ ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. അത് അവർക്ക് ഒരു ഇതാവണ്ടെന്ന് വിചാരിച്ചു. പോകുന്ന സൈഡിൽ ഇങ്ങനെ മറ്റുള്ള ആളെ എടുത്തതെന്ന് വെച്ചാൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ അത് അവരെ കുടുങ്ങുമല്ലോ, നമ്മൾ അറിഞ്ഞും കൊണ്ട് എടുക്കുന്നതല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉപ്പിലിട്ട് കണ്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ ഉപ്പിലിട്ടൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഓട്ടോക്ക് കയറി കേട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. തെക്കോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. പിന്നെ അവിടെ നിന്ന് ഷോപ്പിങ്ങിന് കയറി കേട്ടോ. അപ്പം എന്താ വെച്ചാൽ 2 ബനിയനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കയറിയതാണ്. ബനിയനൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ച് വീട്ടിലേക്ക്. അപ്പുറത്ത് ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷദീപ്പർ സൈറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഇത് പാലത്തിൻ്റെ അടിയിലേക്ക് കൂടെ പോകുമ്പം അതിൻ്റെ അടിയിലുള്ള പിന്നെ സാധനമൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. പച്ചക്കറി ആയാലും ബാഗുകളായാലും ചട്ടിയും കുടിക്കും അങ്ങനെ ഫുഡ് ഐറ്റംസും എല്ലാം ഉണ്ട്. മുളക് എല്ലാം ഉണ്ട് കേട്ടോ. ബാഗിനൊക്കെ ഞാൻ റേറ്റ് ചോദിച്ചു 250 റുപ്യ. ആ റേറ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സാധാ എല്ലായിടത്തും അങ്ങനെ തന്നെ 200-250 റുപ്യ അങ്ങനെ ചെരുപ്പ് ബാഗ് എല്ലാം ഉണ്ട്. ഇവിടെ വന്നാൽ എന്ന് വെച്ചാൽ ഏകദേശം വീട്ടിലേക്കുള്ള സാധനമൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇടയിലത്. ഈ പാലത്തിൻ്റെ അടിയിൽ വലിയൊരു പാലമാണ്, പാലത്തിൻ്റെ അടിയിലാണ് ഇങ്ങനെ. പിന്നെ ഇതിന് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. ഇത് കാസർഗോഡ് മംഗലാപുരം ആ ഭാഗത്തേ ഉണ്ടാവും. ബസള നട്ടാന്ന് കേട്ടോ അതിന് പറയൽ. ബസള വറുക്കുന്ന സാധനം കേട്ടോ, പച്ച.
അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടോ, ബസ്സിനാണ് പോകുന്നത്. പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ലൈസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയ ശേഷം പിന്നെ രാത്രിയായിരുന്നു. രാത്രിക്കല്ല കേട്ടോ, നമ്മളൊരു ഉച്ചയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ രാത്രി എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. ശ്യാമ തന്നെ ഫ്രഷ് ആവണത് കേട്ടോ. ഫോണിൽ കളിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.